കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നിന്നും കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ മറ്റൊരു ഉപമയെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു തുടങ്ങുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസം നമുക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളാണ്. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറു വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, ഇവിടെ നിലം അല്ലെങ്കിൽ വയൽ എന്ന് പറയുന്നത് ലോകത്തെ കാണിക്കുന്നു. ഒരു മനുഷ്യൻ നല്ല വിത്ത് വിതച്ചു എന്നുള്ളത് കാണിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. മാത്രമല്ല, വിതച്ച വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരായിട്ടും നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഈ കാര്യങ്ങൾ കർത്താവ് യേശുക്രിസ്തു തന്നെയാണ് വ്യാഖ്യാനിച്ചത്. നമ്മൾ ആ വ്യാഖ്യാനം കാണുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുന്നു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. കർത്താവ് യേശുക്രിസ്തുവാണ് നല്ല വിത്ത് വിതയ്ക്കുന്നവൻ. വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. വിത്ത് വിതയ്ക്കുന്നവൻ കർത്താവ് യേശുക്രിസ്തുവാണ്. കർത്താവ് യേശുക്രിസ്തുവിലൂടെയാണല്ലോ വചനത്തിൻ്റെ വിത നടന്നിട്ടുള്ളത്. മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു നിയോഗിച്ച തൻ്റെ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ തുടങ്ങിയവരായ ആളുകളെ കൊണ്ട് ഈ വചനം കർത്താവ് യേശുക്രിസ്തു ഇന്നും വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോഴും ഞാൻ ചെയ്തതായ ശുശ്രൂഷ കർത്താവ് യേശുക്രിസ്തു ചെയ്ത അതേ ശുശ്രൂഷയുടെ തുടർച്ചയാണ്. ഞാനും ഈ ലോകത്തിൽ ഈ വിത്ത് വിതയ്ക്കുകയാണ്. ഇവിടെ വിത്ത് എന്നുള്ളത് രാജ്യത്തിൻ്റെ പുത്രന്മാരാണ്. മറ്റൊരു ഉപമയും നമ്മൾ കണ്ടു, വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. പക്ഷേ ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, വിത്ത് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പുത്രന്മാരാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പുത്രന്മാർ ആരാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ആരാണ് രാജ്യത്തിൻ്റെ പുത്രന്മാർ എന്നുള്ളതായ സൂചന ഇവിടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്രകാരം കർത്താവ് യേശുക്രിസ്തുവിനാൽ വിതയ്ക്കപ്പെട്ടവരായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ഇവിടെ വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ആരാണോ യേശുവിനെ സ്വീകരിക്കുന്നത് അവർ രാജ്യത്തിൻ്റെ പുത്രന്മാരായി ഈ ലോകത്തിൽ വിതയ്ക്കപ്പെടുക. അപ്പോൾ ഇത് ദൈവരാജ്യത്തെ കാണിക്കുക. നമ്മൾ ഓരോരുത്തരും, അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവരാജ്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. അവർ ദൈവരാജ്യമാണ്. അവർ ഈ ലോകത്തിൽ ആത്മീയ ദൈവരാജ്യമായി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യർ ഉറങ്ങുമ്പോൾ എന്നുള്ളത് ഒരു പ്രത്യേക അവസ്ഥയെ കാണിക്കുക. നമുക്കറിയാം, ഉറങ്ങുമ്പോൾ നമ്മൾ ഒന്നും അറിയുന്നില്ല, നമ്മുടെ പരിസരത്ത് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല എന്ന് പറയുന്ന പോലെ പിശാച് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. 39-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, കള ദുഷ്ടൻ്റെ പുത്രന്മാർ. ശത്രു വന്ന് കള വിതച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഉപമയിൽ നമ്മൾ കണ്ടത്. ഈ ശത്രു ആരാണെന്നും ഈ കള എന്താണെന്നും കർത്താവ് യേശുക്രിസ്തു പറയുക. ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. പിശാച് എന്തു ചെയ്യുന്നു? മനുഷ്യർ ഉറങ്ങുമ്പോൾ, ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പിശാച് വന്ന് ഈ നല്ല വിത്തിൻ്റെ ഇടയിൽ കള വിതച്ചിട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ കള എന്ന് പറയുന്നത് ഈ പിശാചിൻ്റെ പുത്രന്മാരായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കള എന്ന് പറയുന്നത് പിശാചിൻ്റെ പുത്രന്മാരാണ്. ഇന്ന് ലോകത്തിൽ കാണുന്നതായ ഒരു യാഥാർത്ഥ്യത്തെയാണ് കർത്താവ് യേശുക്രിസ്തു ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. രാജ്യത്തിൻ്റെ പുത്രന്മാരുടെ ഇടയിൽ രാജ്യത്തിൻ്റെ പുത്രന്മാർ എന്ന പോലെ തന്നെ അതേ നേച്ചറോടുകൂടി ഇരിക്കുന്നതായ ദുഷ്ടൻ്റെ പുത്രന്മാരുണ്ടെന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം. ഇന്ന് ദൈവമക്കളെ പോലെ വീണ്ടും ജനിച്ചവരായ, സ്നാനപ്പെട്ടവരായ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചവരായ ആളുകളെ പോലെ തന്നെ ഇരിക്കുന്ന അനേക ആളുകൾ ഇന്ന് ഈ രാജ്യത്തിൻ്റെ പുത്രന്മാരുടെ ഇടയിലുണ്ട്.
പക്ഷേ കർത്താവ് യേശുക്രിസ്തു മുമ്പ് പറഞ്ഞല്ലോ, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. അവരുടെ ഫലം കൊണ്ട് നമുക്കവരെ തിരിച്ചറിയാം. പക്ഷേ ഈ ഉപമയിൽ കർത്താവ് യേശുക്രിസ്തു ഈ രാജ്യത്തിൻ്റെ പുത്രന്മാർക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്നുള്ളത് നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നുണ്ട്. കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, കളക്കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെ കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മൾ കാണുന്നതായ പ്രശ്നത്തെ കർത്താവ് യേശുക്രിസ്തു ഇവിടെ പ്രസന്റ് ചെയ്തിട്ട് യേശു പറയുന്നു, ഈ കള പറിച്ചു കളവാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഇന്ന് പലരും ശ്രമിക്കുന്നതായ ഒരു കാര്യം ഈ കള പറിച്ചു കളയാനാണ്. അതായത് ദുരുപദേശങ്ങളെ നീക്കിക്കളയുവാൻ, സഭയെ ശുദ്ധീകരിക്കാൻ എന്നവണ്ണം പല ശുശ്രൂഷകളും ഇന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ അത് ചെയ്യുമ്പോൾ ആത്യന്തികമായി ദൈവസഭയ്ക്ക് ദോഷം വരുത്തുന്ന കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന നാശം ഇന്ന് ദൈവസഭകളിൽ വളരെ പ്രകടമാണ്. ദുരുപദേശങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു, ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ സഭകളിൽ ചെയ്യുന്നതായ നാശം അത് വളരെ വലുതാണ്. നമ്മളത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള ശുശ്രൂഷകൾ പോലും പിശാചിൻ്റെ ഇഷ്ടത്തോടു കൂടി നടക്കുന്നതായ കാര്യങ്ങളാണ്. കാരണം ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, കള നീക്കുന്ന ശുശ്രൂഷ, ആ പ്രവൃത്തി എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ പ്രവൃത്തിയാണ്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്ന കാര്യവും ശ്രദ്ധേയമാണ്. കൊയ്ത്തോളം വളരട്ടെ എന്ന് പറഞ്ഞാൽ ഒരു കൊയ്ത്ത് വരുന്നുണ്ട്. കൊയ്ത്ത് എന്ന് പറയുന്നത് ലോകാവസാനത്തെ കാണിക്കുക. ലോകാവസാനത്തോളം ഇങ്ങനെയുള്ള കളകൾ നിൽക്കട്ടെ എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വയലിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പുത്രന്മാരെ ആക്കി വച്ചിരിക്കുന്ന ആ യജമാനനായ കർത്താവിന് ഇല്ലാത്ത വിഷമം നമുക്കെന്തിനാ ഉണ്ടാകുന്നത്? കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ഇത് കൊയ്ത്തോളം വളരട്ടെ എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ലോകാവസാനം വരെയും ഈ കളകൾ ഈ ഭൂമിയിൽ ഉണ്ടാകും. ഈ കളകൾ രാജ്യത്തിൻ്റെ പുത്രന്മാരുടെയിൽ, ദൈവരാജ്യത്തിൽ ഈ കളകൾ ഉണ്ടാകും. എന്താണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്? കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, കളകൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. ലോകാവസാനത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു പ്രവൃത്തിയെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു ഇവിടെ സൂചിപ്പിക്കുക. യേശു പറയുന്നു, മനുഷ്യപുത്രൻ, കർത്താവ് യേശുക്രിസ്തു തന്നെ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധമം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുള്ളിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു ന്യായവിധി ദിവസം കടന്നു വരുന്നുണ്ട്. ആ ന്യായവിധി ദിവസത്തിൽ ചെയ്യുന്നത് ഹൃദയങ്ങളെ അറിയുന്നതായ, ഹൃദയങ്ങളെ പരിശോധിക്കുന്നതായ ദൈവം അന്ന് ഇങ്ങനെയുള്ളവരെ ന്യായവിധിപ്പാനിടയായിത്തീരും. ഇന്ന് നമുക്കറിയത്തില്ല, നമ്മുടെ അതേ നേച്ചറിൽ, അതായത് രാജ്യത്തിൻ്റെ പുത്രന്മാരുടെ അതേ നേച്ചറിൽ സഭകളിൽ ഇരിക്കുന്നതായ ആളുകളുണ്ട്. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, ഇല്ല, ഞാൻ ദുരുപദേശങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞാൻ സത്യവിശ്വാസിയാണ് എന്നൊക്കെ പറയും. പക്ഷേ ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിന് മാത്രമേ അറിയത്തുള്ളൂ അവൻ ദുരുപദേശക്കാരനാണോ, അവൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ എന്താണ്. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അതറിയുന്നു. അപ്പോൾ അതേ കർത്താവ് തന്നെ ഈ ന്യായവിധി ദിവസത്തിൽ അവരുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും അവരെ തീയിലിട്ട് ചുട്ടുകളയും എന്നുള്ള ആ വലിയ ന്യായവിധിയുടെ വാണിംഗ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു കൊടുക്കുകയാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ദൈവം വിതച്ചതായ രാജ്യത്തിൻ്റെ പുത്രന്മാരാണ് ദൈവരാജ്യം. എന്നാൽ അതിൻ്റെ ഇടയിലുള്ളതായ കളകളെ കർത്താവ് യേശുക്രിസ്തു കാണുന്നു. പക്ഷേ അവയെ യേശു അനുവദിക്കുന്നു കൊയ്ത്തോളം വളരുവാൻ. നമ്മളാരും അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ, നിന്റെ സഭയെ നീ സൂക്ഷിക്കണമേ, നീ പരിപാലിക്കണമേ. സഭയിൽ ആളുകൾ യഥാർത്ഥമായും കർത്താവിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമാറാകട്ടെ. പ്രധാനപ്പെട്ട വാണിംഗ്, ഒരു ന്യായവിധി വരുന്നുണ്ട്, ഒരു കൊയ്ത്ത് ദിവസം വരുന്നുണ്ട്. അന്ന് കളകളെ ദൈവം വേർതിരിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ യഥാർത്ഥ പുത്രന്മാരെ സൂര്യ തേജസ്സോടുകൂടെ സൂര്യനെ പോലെ പ്രകാശിക്കത്തക്കവണ്ണം അവനാക്കി തീർക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഈ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളുടെ നടുവിൽ, പല വിഷയങ്ങളുടെ നടുവിൽ എന്താണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട്, യേശു എന്താണ് അതിനെക്കുറിച്ച് ആത്യന്തികമായി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും രാജ്യത്തിൻ്റെ പുത്രന്മാരായിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ യേശുവിനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു.
അതേ ആ രാജ്യത്തിൻ്റെ പുത്രന്മാരായി തീരുവാൻ നിങ്ങൾക്ക് കർത്താവ് ഇടയാക്കുമാറാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പലപ്പോഴും ഈ രാജ്യത്തിൻ്റെ പുത്രന്മാരുടെ ഇടയിൽ അവരെപ്പോലെ തന്നെ ഇരിക്കുന്നതായ, അതേസമയം തന്നെ ദുഷ്ടനായവൻ നിയോഗിച്ചിരിക്കുന്നതായ കളകൾ ഉണ്ടല്ലോ. ഞങ്ങൾ പലപ്പോഴും അവയെ പറിച്ചു കളുവാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ പലപ്പോഴും അവയ്ക്കെതിരെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് അങ്ങയുടെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു, ഞങ്ങളെ വിളിച്ച വേല അതല്ല. കർത്താവ് യേശുക്രിസ്തു വിതച്ചതുപോലെ വിതയ്ക്കുവാൻ, കർത്താവ് യേശുക്രിസ്തു ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ ഏവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.